ഒരുമിച്ച് കൂടിയാൽ 23, ചിലപ്പോൾ 6ഉം 7ഉം എണ്ണം കൂട്ടം തെറ്റി പല വഴികൾ തിരിയും. പെരുവന്താനം, പീരിമേട്, മലയോര മേഖലയിലെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലും വന അതിർത്തിയിലുമായി മേയുവാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. പെരുവന്താനം പഞ്ചായത്തിലെ ടി.ആർ. എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് മുന്നിൽ വഴിമുടക്കിയും ചിഹ്നം വിളിച്ചും എത്തുന്നത് ഇതേ സംഘങ്ങൾ തന്നെ. അടുത്തിടെ കുട്ടിക്കാനത്തിന് സമീപം റോഡ് കുറുകെ കടന്ന റബ്ബർ തോട്ടത്തിലൂടെ വാലെ നീങ്ങിയപ്പോഴാണ് പ്രദേശത്ത് വിഹരിക്കുന്നത് കുട്ടിയാനകൾ ഉൾപ്പെടെ 23 ആനകളാണെന്ന് പ്രദേശവാസികൾ എണ്ണി തിട്ടപ്പെടുത്തിയത്. തീറ്റ കുറവായതിനാൽ ഇവ പെരിയാർ ഉൾവനത്തിലേക്ക് കയറുവാൻ കൂട്ടാക്കുന്നില്ല. കാലങ്ങളായി ഇതേ ആനക്കൂട്ടം ഒരുമിച്ചും വഴിപിരിഞ്ഞും പെരുവന്താനം, കോഴിത്തോട്, പീരിമേട് പഞ്ചായത്തുകളിലെ വന അതിർത്തികളിലൂടെ ചുറ്റി സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മതമ്പ വന അതിർത്തിയിൽ കുട്ടിയാനകൾ ഉൾപ്പെടെ 7 ആനകൾ കൃഷിയിടത്തിൽ ഒരു പകൽ മൊത്തം മേഞ്ഞ് ചവിട്ടി മെതിച്ചു. കാളകെട്ടി, കോയിനാട്, കോഴിത്തോട്, മതമ്പ, മുറിഞ്ഞപുഴ, പുല്ലുമേട്, ചെന്നാപ്പാറ, കുഴിമാവ്, ബോധി, പ്ലാക്കത്തടം, അഴുത പ്രദേശങ്ങളിലാണ് ഒരേ താരയിലൂടെ ആനക്കൂട്ടങ്ങളുടെ പ്രയാണം. അഴുത നദിയിൽ കൈത്തോടുകളിലും ഇടയ്ക്കിടെ നീരാട്ടുമുണ്ട്. വനപാലകർ ആത്മാർത്ഥത കാണിക്കുന്ന ഇടങ്ങളിൽ പടക്കം പൊട്ടിച്ച് ആനകളെ വിരട്ടി ഓടിക്കുന്നുണ്ട്. മറ്റിടങ്ങളിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടാലും വനപാലകർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ചക്കയുടെ സീസൺ തീരാതെ ഇവയൊന്നും കാട് കയറി പോകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ അനുഭവം. മതമ്പ കൊമ്പൻപാറയിൽ 4 മാസം മുമ്പ് സോഫിയ എന്ന വീട്ടമ്മയെ കാട്ടാന കുത്തി കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭീതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ജനങ്ങൾക്ക്. ശബരിമല വന അതിർത്തിയിൽ പങ്കിടുന്ന മറ്റ് പ്രദേശങ്ങളിൽ സോളാർ വേലികൾ ഉണ്ട്. എന്നാൽ മതമ്പ, ചെന്നാപ്പാറ മേഖലകളിൽ സോളാർ വേലികൾ നശിച്ച നിലയിൽ ആയതിനാൽ ആനകൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. റബ്ബർ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളും പത്രമിടാൻ പോകുന്നവരുമൊക്കെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. കോഴിത്തോട് പഞ്ചായത്തിലെ മടുക്ക, കൊമ്പുകുത്തി മുതൽ ടി.ആർ. എസ്റ്റേറ്റ് അതിർത്തിയിലൂടെ കടന്ന പനക്കച്ചിറ, EDK, കടമാൻകുളം, ചെന്നാപ്പാറ, മതമ്പ പ്രദേശങ്ങളിലൂടെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ സഞ്ചാരം. കൊമ്പുകുത്തി വനത്തിൽ മുൻപും ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിലും ജനജീവിതത്തിന് ഭീഷണിയായിരുന്നില്ല. 2020 മുതലാണ് പനക്കച്ചിറ ഭാഗത്ത് കാട്ടാനകൾ ഇറങ്ങി തുടങ്ങിയത്. പിന്നീട് കടമാൻകുളം ഭാഗത്തേക്കും മതമ്പ ഭാഗത്തേക്കും ആനകൾ എത്തിത്തുടങ്ങി. നാട്ടിലിറങ്ങി വാഴ, കപ്പ, തെങ്ങ്, പ്ലാവ് എന്നിവ വ്യാപകമായാണ് നശിപ്പിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് അധികാരികൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നും പരക്കെ ആക്ഷേപം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.